ഹായ്, ഇന്ന് നമുക്ക് ബാങ്ക് റീകൺസിലേഷൻ എക്സൽ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. എന്താണ് ബാങ്ക് റീകൺസിലേഷൻ? ബാങ്ക് സ്റ്റേറ്റ്മെന്റിലുള്ള ബാലൻസും കമ്പനി ബുക്കിലുള്ള ബാലൻസും മാച്ച് ചെയ്യുന്നതാണ് ബാങ്ക് റീകൺസിലേഷൻ. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്ക് ഇവിടെ 3 ബാങ്കുകളാണ് വരുന്നത്. ഒന്ന് HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, SBI ബാങ്ക്. നമുക്ക് SUMIFS എന്നുള്ള ഫോർമുല ഉപയോഗിക്കാം. ടാബ് കൊടുത്തു. ഫസ്റ്റ് സം റേഞ്ച് ആണ്. സം റേഞ്ച് നമുക്ക് ഫസ്റ്റ് ഡെബിറ്റ് സൈഡ് എടുക്കാം. ഡെബിറ്റ് സൈഡ് സെലക്ട് ചെയ്തു, F4 പ്രസ് ചെയ്തു, ലോക്ക് ഇട്ടു, ദെൻ കോമ. ക്രൈറ്റീരിയ റേഞ്ച് 1 ആണ്. ക്രൈറ്റീരിയ റേഞ്ച് 1 ട്രാൻസാക്ഷൻസ് എന്നുള്ള റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്തു, F4 പ്രസ് ചെയ്തു, ദെൻ കോമ. ക്രൈറ്റീരിയ 1 ആണ്. നമുക്ക് ഡയറക്റ്റ് ക്രൈറ്റീരിയ ഓരോ ബാങ്കുകൾ സെലക്ട് ചെയ്താൽ കിട്ടൂല. അതുകൊണ്ട് നമുക്ക് ഡബിൾ കോഡ്സിനകത്ത് സ്റ്റാർ ഇട്ടുകൊടുത്തു, വീണ്ടും ഡബിൾ കോഡ്സ്, എന്നിട്ട് ആംപ്രസന്റ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട ക്രൈറ്റീരിയ സെലക്ട് ചെയ്ത് കൊടുക്കുക, വീണ്ടും ആംപ്രസന്റ് കൊടുക്കുക. ഇനി ഡബിൾ കോഡ്സിനകത്ത് വീണ്ടും സ്റ്റാർ ഇട്ട് കൊടുക്കുക, ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, മൈനസ്. ഇതേ ഫോർമുല കോപ്പി എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. Ctrl+C. ഇവിടെ നമുക്ക് Ctrl+V പേസ്റ്റ് കൊടുക്കുക. പേസ്റ്റ് കൊടുക്കണം മുന്നേ തന്നെ ഇവിടെ നമുക്ക് ഡെബിറ്റ് സൈഡ് ആണ് കൊടുത്തത്. നമുക്ക് ഇവിടെ ഡെബിറ്റ് സൈഡ് അല്ല വേണ്ടത്, നമുക്ക് ക്രെഡിറ്റ് സൈഡ് ആണ് വേണ്ടത്. ക്രെഡിറ്റ് സൈഡ് സെലക്ട് ചെയ്തു, F4 പ്രസ് ചെയ്തു, ദെൻ എന്റർ അടിച്ചു. നമുക്ക് HDFC ബാങ്ക് നമ്മൾ മാച്ച് ചെയ്തു. ദെൻ ബാക്കിയുള്ളത് നമുക്ക് ഇങ്ങോട്ട് കോപ്പി എടുത്താൽ മതി. ഇതുപോലുള്ള വീഡിയോസിന് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ സിയാറ്റ് ലേൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക.